ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റിട്ടുണ്ട്. സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. സമയം നോക്ക്, 10:05 എഴുന്നേറ്റു. ഇനി നമുക്ക് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്തിട്ട് റെഡി ആയിട്ട് കാണിക്കാം. ഓക്കെ, നമ്മൾ ബ്രഷ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കാണാം. ഞാനായിട്ട് ഇതാണ് നമ്മുടെ ഫ്ലെക്സിൻ്റെ ഇതാണ് കേട്ടോ, ടോണറാണ്, മോയ്സ്ചറൈസർ അല്ല, ടോണറാണ്. അപ്പം ജസ്റ്റ് ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് എടുക്കും. അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇതാണ് ഞാൻ ഫ്ലെക്സിൻ്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോണർ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ മേടിക്കാം. ജസ്റ്റ് ഞാൻ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇത്ര ആയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 8 മന്ത്സോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒരുപാട് എന്താ പറയുക, ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സ്കിന്നിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഓയിലി ആയിട്ട് വരും. എനിക്ക് അത്രയും ഓയിലി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ചില സമയത്ത് ഓയിലിയാണ്, ചില സമയത്ത് എന്താണ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അത് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടായിരിക്കണം, അതോ ഞാൻ കഴിക്കുന്ന എണ്ണ കൂടുതലുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്ക് വേണ്ടിയിട്ട് വേഗം വരാം. അതില്ലേ, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് തന്നെ ഭയങ്കര ബ്രൈറ്റായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്കിൻ കെയർ എന്ന് പറയാൻ. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം, എന്തെങ്കിലും ഉണ്ടാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും ടൈം ആയതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് കുറച്ചധികം വർക്ക് തീർക്കാനുണ്ട്. ബാ കാണിച്ചാലും കണ്ടോ, ഇങ്ങനെ മഴക്കാറൊക്കെ വന്നിങ്ങനെ ഊട്ടി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്വാഭാവികമായിട്ട് നമുക്ക് ഉറങ്ങാൻ തോന്നില്ലേ? അതിൽ എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വെള്ളം ഭയങ്കരമായിട്ട് കുറച്ചു. മീൻസ് മഴയൊക്കെ അതിന് കുടിക്കാൻ തോന്നിയില്ല, അപ്പോൾ എനിക്ക് കുടിച്ചില്ല. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റില്ല, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മളിരിക്കുന്നത്. എനിക്ക് സൗണ്ടൊക്കെ പുറത്തെ കേൾക്കായിരിക്കും, ഞാൻ അകത്ത് കയറിയിട്ട് ഡോറടിക്കും കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെള്ളത്തിൻ്റെ കാര്യമായിരുന്നല്ലേ. അപ്പം വെള്ളം നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ഇതാവും. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിപ്പോൾ നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ബോഡിക്കായാലും വെള്ളം മസ്റ്റായിട്ട് കുടിക്കണം. ഓക്കെ, അപ്പം ഞാനിത് കുടിച്ചിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഭയങ്കര കാര്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് എഗ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഇപ്പം നടക്കത്തുള്ളൂ, ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് ഇന്നലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ്. അതിന് എടുത്ത് കഴുകി വെക്കണം. ഞാൻ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വേഗം കഴിച്ചിട്ട് നമ്മുടെ വർക്കിലേക്ക് പോകാം. നമുക്കൊരു 10 മിനിറ്റ് ടൈമുണ്ട്. അപ്പം നമുക്ക് വേഗം കഴിക്കാം കേട്ടോ. ഫുഡ് കഴിച്ചും അപ്പോൾ എനിക്ക് കുറച്ചും വർക്കുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രയും സമയമായി, ഏകദേശം 1:54 സമയം. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്ക് സൊമാറ്റോന്ന് ഓർഡർ ചെയ്യാമെന്ന്. അപ്പം ഞാനങ്ങനെ ജസ്റ്റ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 40 മിനിറ്റ്സ് 40 മിനിറ്റാണ് അപ്രോക്സിമേറ്റ്ലി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടൈമിനുള്ളിൽ വരും എന്നുള്ളത്. അതുവരേക്കും എനിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തില്ലേ, കഴിക്കണം. ഇത് ബീഫ് ബിരിയാണിയാണ്, സിംഗിൾ പോർഷൻ ഞാൻ ഓർഡർ ചെയ്താൽ. അത് മതി എനിക്ക് ഫില്ലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മസാലയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഭയങ്കര ഹെവി മസാല ഒന്നുമല്ല, മൈൽഡായിട്ടുള്ള മസാലയാണ് കേട്ടോ. അപ്പം കഴിക്കട്ടെ. ബേസിക്കലി ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് കഴിയും. അപ്പം അതും കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി തീർന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പ്ലാൻസ് ചെയ്യാം.
കൈ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് പോകാം.